നിങ്ങളുടെ ശബ്ദം ദൂരത്തും ചാരത്തുമായി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ ദേശനിവാസികളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ അഭിസംബോധന ചെയ്ത് ഇന്ന് സംസാരിക്കുവാൻ സർവശക്തനായ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസരം നൽകിയതിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അഫ്രാത്ത മിനിസ്ട്രി ഒരുക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശയാത്രയായി ഈ പ്രദേശത്തും കടന്നു വരുവാൻ സർവകൃപാലുവായ ദൈവം ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി ദൈവത്തിന് സ്തുതിക്കുന്നു. എന്നോടൊപ്പം കടന്നു വന്ന ദൈവദാസന്മാർ, ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുന്നു. നമ്മളെയൊക്കെ കയ്യിൽ മൊബൈൽ ഫോൺ നാം ഒക്കെ ഉപയോഗിക്കാറുള്ളവരാണ്. വില കൂടിയതും വില കുറഞ്ഞതുമായ ഒട്ടനവധി ഫോണുകൾ നമ്മൾ വാങ്ങിച്ച് അത് ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഉപയോഗിക്കുന്ന ഫോൺ വളരെ സൂക്ഷ്മതയോടെ, ഒന്നും സംഭവിക്കാതെ അത് വെള്ളത്തിൽ വീണാൽ നശിക്കുമെന്ന് വളരെ കൃത്യമായി നമുക്കറിയാം. അതുപോലെ തന്നെ ആ ഫോൺ നമ്മൾ വളരെ സുരക്ഷിതമായി സൂക്ഷിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. നാം കാശ് കൊടുത്ത് വാങ്ങുന്ന വിലപിടിപ്പുള്ള ഫോൺ നാം വളരെ വിലയേറിയതായി സൂക്ഷിക്കുമ്പോൾ നാം മറന്നു പോകുന്നതൊന്നുണ്ട്. ദൈവം വസിക്കുന്ന മന്ദിരമെന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ ശരീരത്തെ നാം പലപ്പോഴും നമ്മുടേതായ ഇഷ്ടങ്ങൾക്ക് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൊണ്ട് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഒട്ടനവധി നമ്മുടെ മുൻപിൽ നിരന്നു നിൽക്കുന്നുണ്ട്. എന്തിനേറെ പറയണം, പത്രമാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ കൈകളിൽ ഇരിക്കുന്ന മൊബൈൽ ഫോണുകളിൽ കൂടി വാർത്തകൾ നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒട്ടനവധി മനസ്സിനെ വേദനിപ്പിക്കുന്ന, മനസ്സിനെ നീറുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒട്ടനവധി വാർത്തകൾ നമ്മുടെ കാതുകളിൽ ദിനംപ്രതി കേൾക്കാറുണ്ട്. ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും വേദനപ്പെടാറുണ്ട്. നമ്മുടെ സഹപാഠികൾ, നമ്മോടൊപ്പം പഠിച്ചു വളർന്നവരൊക്കെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ വളരെ വേദനയുണ്ട്. എന്താണ് ഇങ്ങനെ നശിച്ചു പോകുവാൻ, അല്ലെങ്കിൽ എൻ്റെ സ്നേഹിതൻ, എൻ്റെ സഹപാഠി എന്തുകൊണ്ട് ഇങ്ങനെ നശിച്ചു പോകുന്നു എന്നൊക്കെ പലപ്പോഴും നമ്മുടെയൊക്കെ ഹൃദയത്തിനകത്ത്, ചിന്തയ്ക്കകത്ത് വന്നിട്ടുള്ള ഒരു ചിന്തയായിരിക്കാം. ഒന്ന് ഞാൻ വിളിച്ചു പറയാം. പലപ്പോഴും കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ട് പലപ്പോഴും സ്വന്തം ഇഷ്ടങ്ങളിൽ കടന്നു പോകുമ്പോൾ മാതാപിതാക്കളുടെ ഇഷ്ടങ്ങൾ അനുസരിക്കാതെ ചീത്ത കൂട്ടുകെട്ടുകൾ കൊണ്ടുചെന്നെത്തിക്കുന്നത് മരണത്തിനും, അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഭവനത്തിനകത്ത് സമാധാനം എന്ന അന്തരീക്ഷം നഷ്ടപ്പെട്ട് സമാധാനം ഭവനത്തിനകത്ത് വെളിപ്പെടാത്ത നിലവാരത്തിൽ പലപ്പോഴും പല കുടുംബങ്ങളും തകർന്നു പോകുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ പലപ്പോഴും മദ്യവും മയക്കുമരുന്നും അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ആസക്തി മുഖാന്തരം പല ഭവനങ്ങളും തകർന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ഭവനത്തിൽ ഇങ്ങനെ ഒരു അനുഭവം അനുഭവിച്ചുകൊണ്ട് താങ്കൾ നീറുന്ന ഒരു അനുഭവത്തിലൂടെയാണോ കടന്നു പോകുന്നത് എങ്കിൽ താങ്കളുടെ അനുഭവത്തിൽ നിന്ന് താങ്കളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു നല്ല നസ്രയനെ നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തുവാൻ ഞങ്ങൾ ക്രിസ്തുവിൽ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും പല സ്ഥലങ്ങളിലും, വേദികളിലും, പല ഗ്രാമങ്ങളിലും, തെരുവോരങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഇതുപോലെ പരസ്യയോഗമായി തെരുവോര പ്രസംഗങ്ങളായി കടന്നു ചെന്നതിൻ്റെ ഫലമായി ഒട്ടനവധി വ്യക്തികളുടെ ജീവിതങ്ങളിനകത്ത് വലിയ രൂപാന്തരം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള നർമ്മപ്രധാനമായ സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങളിങ്ങനെ തെരുവോരങ്ങളിൽ ശുശ്രൂഷിക്കുമ്പോൾ, ഞങ്ങളിങ്ങനെ പ്രസംഗിക്കുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിനകത്ത് മാറ്റം വന്ന ഒട്ടനവധി സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിനകത്ത്, ഞങ്ങളുടെ കാതുകളിൽ കേൾക്കുവാനിടയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് പകൽ ഈ വൈകിയ നിമിഷവും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്ന ഈ ശബ്ദം നിങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയ സുഹൃത്തെ, പ്രിയ സ്നേഹിത, പ്രിയ മാതാവേ, പിതാവേ, കുഞ്ഞുങ്ങളെക്കുറിച്ച്, ഭർത്താവിനെ കുറിച്ച് ഭാരപ്പെടുന്ന വ്യക്തികളാണോ നിങ്ങൾ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളെ മാറ്റുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. ആ നസ്രയനെയാണ് ഞങ്ങൾ ഇന്നിവിടെ ഉയർത്തിപ്പിടിക്കുന്നത്. കലാലയങ്ങളിൽ തുടങ്ങി പല കൂട്ടുകെട്ടുകളിലും ചെന്നെത്തുന്നത് മരണത്തിൻ്റെയും ഒരു പിടി കയറിനകത്ത് ജീവിതമൊടുങ്ങുന്ന ഒട്ടനവധി സംഭവങ്ങൾ വാർത്തകളിലൂടെ
ദിനംപ്രതി നമ്മൾ വായിക്കുന്നവരല്ലേ. ഇതിൻ്റെയൊക്കെ കാരണം നാം തിരഞ്ഞു ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പോലീസ് കേസുകളിൻ്റെ അവസാനം പരിശോധിക്കുമ്പോൾ ഡോക്ടർമാരൊക്കെ അവരുടെ മരണത്തിൻ്റെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഒന്നിൽ അവർ മദ്യത്തിന് അടിമകളായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനുഭവത്തിലൂടെ കടന്നു പോയിട്ട് പുറത്തു വരുവാൻ കഴിയാത്ത നിലവാരത്തിൽ അവരുടെ ജീവിതം നശിപ്പിക്കുന്ന, ജീവിതം ഒടുക്കുന്ന ഒരു അനുഭവം, ഒട്ടനവധി അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ? ഇതിൽ നിന്നൊക്കെ വിമുക്തി നൽകുവാൻ കഴിയുന്നത് നസ്രേനായ യേശുവിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ കടന്നു വരുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുന്ന ഒരു നല്ല കർത്താവിൻ്റെ സന്നിധിയിലേക്ക് താങ്കൾ അടുത്തു വരുവാൻ കഴിയുമെങ്കിൽ, നിങ്ങളുടെ സകല പാപത്തെയും പോക്കി നിങ്ങളുടെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞ് ഒരു നിമിഷം നിങ്ങളെ ഏൽപ്പിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, നിങ്ങളുടെ പാപത്തിന്റെ കറകളെ മാറ്റി നിങ്ങളെ പുതിയൊരു മനുഷ്യനാക്കി തീർക്കുവാൻ കഴിയുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അത് ഞങ്ങളിവിടെ ഉയർത്തിപ്പിടിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞങ്ങൾ എന്തിനിങ്ങനെ തെരുവോരങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തണമെന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചേക്കാം. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനൊരു ഭാഗ്യം ലഭിച്ചത് തന്നെ ആ ക്രിസ്തുവിനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ കഴിഞ്ഞതുകൊണ്ടാണ്. ഞങ്ങളുടെ പിൻപിലുള്ള സഹോദരന്മാരുടെ സാക്ഷ്യങ്ങളെ, സഹോദരന്മാരുടെ മാതാപിതാക്കളുടെ സാക്ഷ്യങ്ങളൊക്കെ പലപ്പോഴും കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെയൊന്നും വന്ന് നിൽക്കേണ്ട യാതൊരു സാഹചര്യവും ഞങ്ങളുടെ ജീവിതത്തിലില്ല. പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ജോലിക്ക് പോയി അധ്വാനിച്ച് ജീവിച്ചുകൂടെ, എന്തിനിങ്ങനെ മയക്കും പിടിച്ചൊക്കെ ഇറങ്ങണമെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വന്നേക്കാം. പ്രിയ സുഹൃത്തെ, ഞങ്ങൾക്ക് ലഭിക്കുന്ന ചില നിമിഷങ്ങൾ മാത്രമാണ് ഞങ്ങൾ ഇതുപോലെ തെരുവോരങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ കഴിയുന്നത്. ഞങ്ങൾക്ക് ജോലി ഇല്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾക്ക് ജോലിയുള്ളവരുണ്ട്, പഠിക്കുന്നവരുണ്ട്. ഞങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ദിവസം ഞങ്ങൾ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാനായി ഇങ്ങനെ സമയങ്ങൾ വേർതിരിക്കാറുണ്ട്. പലപ്പോഴും ഞങ്ങളുടെ പക്കൽ പലപ്പോഴും പല നിലവാരത്തിൽ പല സ്ഥലങ്ങളിൽ ഇതുപോലുള്ള പ്രോഗ്രാമൊക്കെ ചെയ്ത് സാമ്പത്തികം നേടുമെന്നുള്ള ചിന്തകളൊക്കെ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ചിന്തകളിലേക്ക് കടന്നു വന്നേക്കാം. എന്നാൽ ഞങ്ങളുടെ മാനദണ്ഡം സാമ്പത്തികമല്ല. ഞങ്ങളെപ്പോലുള്ള ഒട്ടനവധി ചെറുപ്പക്കാർ അല്ലെങ്കിൽ സഹോദരിമാർ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു ശബ്ദം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങുന്നുവെങ്കിൽ നിങ്ങളെ രൂപാന്തരപ്പെടുത്തി ഞങ്ങളെപ്പോലുള്ള തലമുറകൾ നശിച്ചു പോകരുതെന്നുള്ള വാഞ്ചയും അകത്തുള്ള തീയും കൊണ്ടാണ് ഞങ്ങൾ പലപ്പോഴും ഇങ്ങനെ പല തെരുവോരങ്ങളിൽ ശുശ്രൂഷിക്കുവാനായി കടന്നു ചെല്ലുന്നത്. ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങളും ഇതിനൊക്കെ ഒത്തിരി മാറ്റങ്ങളൊക്കെ സംഭവിച്ച ഒട്ടനവധി വ്യക്തികൾ ഞങ്ങളുടെ സമീപത്ത് കടന്നു വന്ന് സാക്ഷ്യങ്ങൾ പറയാറുണ്ട്. പ്രിയ സുഹൃത്തെ, ഒന്ന് ഞങ്ങൾ വിളിച്ചു പറയാം, ഈ ക്രിസ്തുവിങ്കിലേക്ക് നിങ്ങൾ അടുത്തു വരുന്നുവെങ്കിൽ ഒന്നുറപ്പാണ്, നിങ്ങൾ തകർന്നു പോകുവാൻ ഇടയാകത്തില്ല. ഒരു മദ്യപാനി തൻ്റെ ജീവിതത്തിൻ്റെ സകല നന്മകളും അധ്വാനിച്ച് പ്രഭാതത്തിൽ അധ്വാനിക്കുവാൻ കടന്നു പോയിട്ട് വൈകിട്ട് ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ലഭിച്ച സമ്പത്തിൻ്റെ ഒരു വിഹിതം അല്ലെങ്കിൽ പകുതി മുക്കാലും മദ്യഷാപ്പുകളിൽ കൊടുത്ത് മദ്യപിച്ച് ഒരു ബോധവുമില്ലാതെ ഭവനത്തിലേക്ക് കടന്നു വന്ന് സഹോദരിമാരെ അല്ലെങ്കിൽ മാതാപിതാക്കളെ തല്ലി ചതച്ചിട്ട് ഭവനത്തിനകത്തൊരു സമാധാനമില്ലാതെ ഒരു നിമിഷം താങ്കൾക്ക് സുബോധം വരുമ്പോൾ നാളെ മുതൽ ഞാൻ കുടി നിർത്തും, അല്ലെങ്കിൽ നാളെ മുതൽ കടന്നുപോയി നല്ല വ്യക്തിയായി ജീവിക്കുമെന്നുള്ളൊക്കെ ആഗ്രഹത്തോടെ കടന്നു പോകുമെന്നാൽ ആ മദ്യത്തിൻ്റെ ആസക്തിയിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാതെ ഒട്ടനവധി പേർ വീണ്ടും വീണ്ടും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി അവരുടെ ജീവിതം നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പ്രിയ സുഹൃത്തെ, താങ്കളെ നോക്കി ഒന്ന് പറയുവാനുണ്ട്. താങ്കളുടെ ശരീരത്തെ താങ്കൾ നശിപ്പിച്ചാൽ താങ്കൾക്ക് തന്നെയാണ് നഷ്ടമെന്നുള്ളത് കാര്യം താങ്കൾ തിരിച്ചറിയണം. സർവസൃഷ്ടാവായ ദൈവം നമ്മളിലേക്ക് നൽകി തന്ന ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിനെ കർത്താവ് ചോദിക്കുമ്പോൾ കർത്താവിൻ്റെ കരത്തിൽ കൊടുക്കേണ്ടത് വളരെ ആവശ്യകതയുള്ളതാണ്. പലപ്പോഴും മനുഷ്യൻ്റെ വിലയെ തിരിച്ചറിയുവാൻ കഴിയാതെ പലപ്പോഴും മനുഷ്യനെ തന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജീവിയായി മാറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയും.
നരഭോജിയെ പോലും നരസ്നേഹിയാക്കി മാറ്റിയ ഒരു സുവിശേഷമുണ്ടെങ്കിൽ അത് ഞങ്ങളിവിടെ ഉയർത്തിപ്പിടിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. നരസ്നേഹികളെ നരഭോജിയായി തീർന്ന ഒട്ടനവധി വ്യക്തികളെ നരസ്നേഹിയാക്കി മാറ്റിയത് ഇതേപോലുള്ള സുവിശേഷകന്മാർ, ഇവാഞ്ചലിസ്റ്റുമാർ കടന്നു ചെന്ന് സുവിശേഷം അറിയിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ പാപബോധം ഉണ്ടായിട്ട് അവർ മനുഷ്യനെ ഭക്ഷിക്കുവാനുള്ളവരല്ല, മനുഷ്യനെ സ്നേഹിക്കുവാനുള്ളവരാണ് എന്നുള്ള തിരിച്ചറിവും ബോധ്യവും നൽകിയത് ഇതുപോലുള്ള മിഷണറിമാർ അനേക സ്ഥലങ്ങളിൽ കടന്നു ചെന്ന് സുവിശേഷം അറിയിക്കുവാൻ തയ്യാറായത് മുഖാന്തരം അവരുടെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിച്ചത് നമുക്ക് കാണുവാൻ കഴിയും. എന്തിനേറെ പറയണം, ഞങ്ങളെപ്പോലുള്ള ഒട്ടനവധി ദൈവദാസന്മാർ വളരെ കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജയിലറകളിൽ കഴിയുന്ന ഒട്ടനവധി കുറ്റവാളികളെ സന്ദർശിക്കുവാൻ ചെല്ലാറുണ്ട്. അവർക്ക് ട്രാക്റ്റ് കൊടുക്കാറുണ്ട്, അവരെ യേശുവിനെ കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. പലപ്പോഴും പലരുടെയും ഹൃദയത്തിനകത്ത് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അറിയുമ്പോൾ അവർ ചെയ്തു പോയ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ച് അവർ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് പിൽക്കാലങ്ങളിൽ ലോകം അറിയുന്ന, സമൂഹം അറിയുന്ന അഭിഷക്തന്മാരായ ദൈവദാസന്മാരായി തീർന്ന ഒട്ടനവധി സാക്ഷ്യങ്ങൾ നമ്മുടെ മുൻപിലുള്ളപ്പോൾ ഒന്ന് ഞാൻ വിളിച്ചു പറയാം, ദൈവം നമ്മിൽ സൃഷ്ടിച്ച ആത്മാവിനെ നാം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ വില കൊടുക്കേണ്ട ഒരു സമയമുണ്ട്. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം നമ്മുടേതായ ഇഷ്ടങ്ങൾക്ക് ജീവിച്ചു തീർക്കുവാനുള്ളതല്ല. നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ സർവസൃഷ്ടാവായ ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് താങ്കൾ അടുത്തു വരുവാൻ തയ്യാറാകുന്നുവെങ്കിൽ താങ്കളുടെ ജീവിതത്തിൻ്റെ ആ ഭാരങ്ങളെ, പ്രയാസങ്ങളെ, വേദനകളെ മാറ്റി ഒരു സന്തോഷവും സമാധാനവും നൽകുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുകയാണ്. എന്താണ് സുവിശേഷം, എന്താണ് രക്ഷ എന്നൊക്കെ ഒരുപക്ഷെ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് നിങ്ങൾ ചോദിച്ചേക്കാം. രക്ഷ എന്നുള്ളത് വളരെ കൃത്യമായി നമുക്കറിയാം, ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ. അതുകൊണ്ട് എന്തുകൊണ്ട് ഞങ്ങൾ രക്ഷയെക്കുറിച്ച് നിങ്ങളോട് പറയണമെന്ന് ചോദിച്ചാൽ, വളരെ പാപത്തിൻ്റെ മലിനതയിൽ കിടക്കുന്ന മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ ഒരു വ്യക്തി ആ രക്ഷയ്ക്ക് വേണ്ടി അതിനുവേണ്ടി തയ്യാറായി മുൻപോട്ട് വന്നെങ്കിൽ മാത്രമേ താങ്കൾക്ക് രക്ഷപ്പെടുവാൻ കഴിയത്തുള്ളൂ എന്ന് നമുക്കറിയുവാൻ കഴിയും. ഒരു കുറ്റകൃത്യത്തിൽപ്പെട്ട് നാം പോലീസ് കസ്റ്റഡിയിലായ കഴിഞ്ഞാൽ അവനെ ജാമ്യത്തിലെടുക്കുവാൻ ഒരു വക്കീൽ ആവശ്യമാണ്. അതുപോലെ പാപത്തിൻ്റെ പടുകുഴിയിൽ പോയ മനുഷ്യനെ രക്ഷിക്കുവാനായി നസ്രയനായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. ആ കർത്താവ് നമ്മുടെ പാപത്തെ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു സ്വയമേ വഹിച്ചുകൊണ്ട് കാൽവരിയുടെ കുലമരത്തിൽ യാഗമായി തീരുവാനിടയായി തീർന്നു. എന്തിനെന്ന് ചോദിച്ചാൽ, ഞാനും നീയും നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി സ്വന്തം പുത്രനെ ദൈവം ആദരിക്കാതെ മനുഷ്യനെ ദൈവപുത്രനെ ഭൂമിയിലേക്ക് അയക്കുവാനിടയായി തീർന്നു. ആ പുത്രനായ യേശു ക്രിസ്തുവിൽ താങ്കൾ വിശ്വസിക്കുവാൻ തയ്യാറായാൽ താങ്കൾക്ക് നിത്യജീവനുണ്ട് എന്ന് വചനം വളരെ കൃത്യമായി പറയുന്നു. ഒട്ടനവധി സംഗതികൾ, വളരെ വിശുദ്ധമായ ഒട്ടനവധി സംഭവങ്ങളിലേക്ക് പലരും രക്ഷയ്ക്ക് വേണ്ടി ഓടാറുണ്ട്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാറുണ്ട്, ക്ഷേത്രങ്ങൾ ദർശിക്കാറുണ്ട്, പള്ളികളിൽ കടന്നുപോയി ചെല്ലാറുണ്ട്, മെഴുകുതിരികൾ കത്തിക്കാറുണ്ട്. എന്നാൽ ഇതിലൊന്നും നിങ്ങൾക്ക് രക്ഷ നേടുവാൻ കഴിയത്തില്ല. ഇതിലൊന്നും നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിയത്തില്ല. ഒരേ ഒരു വ്യക്തിക്ക് നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയത്തുള്ളൂ. അത് ഞങ്ങളിവിടെ പരിചയപ്പെടുത്തുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. വചനം ഈ പ്രകാരം വിളിച്ചു പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. പ്രിയ സുഹൃത്തേ, ഞങ്ങൾ ഇത്ര ശബ്ദത്തോടെ വിളിച്ചു പറയുവാനുള്ള കാരണം ഞങ്ങളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന അഭിഷേകം അതേപോലത്തുള്ള അഭിഷേകമാണ്. ഇന്നലകളിൽ നശിച്ചു പോകേണ്ട, പട്ടുപോകേണ്ട ഞങ്ങളെ മാന്യനാക്കി സമൂഹത്തിന് കൊള്ളാകുന്നവരാക്കി തീർത്ത ആ ദൈവത്തിൻ്റെ നാമത്തെ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുവാൻ ഞങ്ങൾക്കൊരു ലജ്ജയുമില്ല. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്നവർക്കോ ദൈവശക്തിയുമാകുന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്ത് വിളിച്ചു പറയുമ്പോൾ അനേകർ ഞങ്ങളെ നോക്കി ഭോഷന്മാരെന്ന് ഞങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ഒരു പ്രത്യാശയുണ്ട്. ഞങ്ങൾ അറിഞ്ഞ യേശുവിൻ്റെ രക്തം ഞങ്ങളുടെ സകല പാപത്തെയും പോക്കി ഞങ്ങളെ ശുദ്ധീകരിക്കുക തന്നെ ചെയ്യും. വിശുദ്ധ തിരുവെഴുത്തിൽ ഇപ്രകാരം കാണുവാൻ കഴിയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നവരും
കർത്താവിനെ തൊട്ടവരും സൗഖ്യമായി എന്ന് കാണുവാൻ കഴിയുന്നു. ഭവനത്തിലുള്ളവർ തള്ളപ്പെട്ട് സെമിത്തേരികളിൽ അടയ്ക്കപ്പെട്ട് ചെങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടന്ന ഒരു വ്യക്തിയെ കർത്താവായ യേശു ക്രിസ്തു തൊട്ടപ്പോൾ അവൻ്റെ ജീവിതത്തിനകത്ത് നിന്ന് ഭൂതത്തെ പുറത്താക്കി അവനെ സുബോധമുള്ളവനാക്കി മാറ്റുവാൻ എൻ്റെ കർത്താവിന് കഴിയും. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും. രക്തസ്രാവമുള്ള സ്ത്രീയെ അവിടെ രോഗത്തിൽ നിന്ന് സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും. 38 കൊല്ലം രോഗം പിടിച്ച് കുളക്കരയിൽ കിടന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുവാനിടയായി തീർന്നു. പ്രിയ സുഹൃത്തെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഭവനത്തിനകത്ത് രോഗത്തിൻ്റെ അനുഭവത്തിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ കടന്നു പോകുന്നത്. ഈ രോഗമേ ഞാൻ ഹോസ്പിറ്റലുകളിൽ കടന്നുപോയി, പല വൈദ്യന്മാരിലും ആശ്രയിച്ചു, എനിക്ക് രക്ഷപ്പെടുവാനോ ഈ രോഗത്തിൽ നിന്നും മുക്തി നൽകുവാൻ എന്നെ ചികിത്സിച്ച ഡോക്ടറിന് കഴിഞ്ഞില്ല എന്നുള്ള ഒരു ചിന്ത താങ്കളുടെ ഹൃദയത്തിൽ വന്നേക്കാം. അതല്ല, ഭവനത്തിനകത്ത് സമാധാനമില്ലാതെ ഭവനത്തിനകത്ത് ദിനം പ്രതി കണ്ണുനീരും വേദനയും ദുഃഖവും മാത്രമാണ് ആയിരിക്കുന്നതെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ കടന്നു വരുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളുടെ ഭവനത്തിനകത്ത് സമാധാനം നൽകുവാൻ കർത്താവായ യേശു സർവശക്തനാണ്. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ കടന്നു വന്നിട്ട് ഇപ്രകാരം പറയുവാനിടയായി, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു. ലോകം നിങ്ങൾക്ക് തരുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിനെ നിങ്ങൾ തിരിച്ചറിയാതെ ഈ ഭൂമിയിൽ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നുവെങ്കിൽ, ഈ ഭൂമിയിൽ നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുന്നുവെങ്കിൽ നിത്യനരകത്തിന് യോഗ്യരായി തീരുമെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. ഒരു നിത്യതയുണ്ട്, ഒരു നിത്യമായ നരകമുണ്ട്. നിത്യമായ നരകത്തിൽ യാതനയും ജീവനുള്ള പുഴുവും അതുപോലെ തന്നെ കെടാത്ത തീയും ജീവനുള്ള പുഴുമൊക്കെയുള്ള ആ നരകത്തിൽ താങ്കൾക്ക് ചെന്നെത്തണമോ, അതോ നിത്യമാകുന്ന കർത്താവ് നിത്യവും യുഗായുഗമായി വാഴുന്ന സ്വർഗത്തിൽ താങ്കൾക്ക് പോകണമോ എന്ന് ഇന്ന് പകലൊന്ന് ചിന്തിക്കുവാൻ കഴിയുമോ? ആ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് പകൽ നമ്മുടെ ജീവനെ ചോദിച്ച ആ പുത്രന്റെ മുമ്പിൽ ന്യായവിധിക്കായി നിൽക്കേണ്ട ഒരു ദിവസമുണ്ട്. വചനം ഇപ്രകാരം പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. കേവലം മനുഷ്യനായി സൃഷ്ടിച്ച് ജീവന്റെ ശ്വാസം ഊതിയ ആ പിതാവായ ദൈവം നമ്മുടെ ജീവനെ ചോദിക്കുമ്പോൾ, ആത്മാവിനെ ചോദിക്കുമ്പോൾ, ലജ്ജ കൂടാതെ ഭയം കൂടാതെ ആ ദൈവത്തിന്റെ മുമ്പിൽ ഞാനൊരു പാപിയായിരുന്നു എന്ന് ഏറ്റുപറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ജലത്തിൽ സ്നാനപ്പെട്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ആ നിത്യത കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് കഴിയും. അതിനായി നിങ്ങളെ ദൈവം ഒരുക്കട്ടെ, സഹായിക്കട്ടെ. ആ രക്ഷകനെ ഒരിക്കൽ കൂടി ദേശത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുവാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്നു. തുടർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ക്രിസ്തുവിൽ ശരണപ്പെടുന്നു. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതല്ല, നിങ്ങൾ ഭവനത്തിലായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഏത് വിഷയമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഭവനത്തിലായിരിക്കുമ്പോൾ ഒന്ന് സമർപ്പിച്ച്, ദൈവം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകളൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നുപോയി എന്ന് പറഞ്ഞ് പ്രാർത്ഥനയ്ക്കായി നിങ്ങളുടെ തലകളെ വണക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളെ ദൈവം സഹായിക്കും. നിങ്ങളുടെ രോഗത്തിൽ നിന്ന് ദൈവം സൗഖ്യം നൽകും, പാപത്തിൽ നിന്ന് മോചനം നൽകുമെന്ന് ആത്മാർത്ഥമായി നിങ്ങളോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരാമമിടുന്നു.